റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ. ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് മറികടന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറിന്റെ നിയമലംഘനം റിപ്പോർട്ടർ പുറത്തുവിടുന്നു. KV മനോജ് കുമാർ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായതിനു പിന്നാലെ ടാക്സി ഇന്നോവ സ്വകാര്യ വാഹനമാക്കിയാണ് ഇത്രയും കാലമായി ഉപയോഗിക്കുന്നത്. ടാക്സി വാഹനത്തിന്റെ മഞ്ഞ നമ്പർ പ്ലേറ്റ് നിയമവിരുദ്ധമായി മാറ്റി വെള്ള നമ്പർ പ്ലേറ്റാക്കി മാറ്റി. വെള്ള നമ്പർ പ്ലേറ്റ് ആക്കാൻ അനുവദിക്കണമെന്ന് കാണിച്ച് 2020 KV മനോജ് കുമാർ ഗതാഗത വകുപ്പിന് കത്ത് നൽകിയിരുന്നെങ്കിലും അപേക്ഷ തള്ളിയിരുന്നു. നമ്പർ പ്ലേറ്റ് മാറ്റരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടും വർഷങ്ങളായി മനോജ് കുമാർ നിയമലംഘനം തുടരുകയാണ്. വാഹനത്തിന്റെ ദൃശ്യങ്ങളും ഗതാഗത വകുപ്പിന്റെ രേഖകളും റിപ്പോർട്ടർ പുറത്തുവിടുന്നു. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, നിയമനത്തിൽ തന്നെ ഏറെ അപാകതകൾ ഉണ്ടായിരുന്നു. ഈ ബാലാവകാശ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ ചെയർപേഴ്സന്റെ നിയമനത്തിൽ തന്നെ മനോജ് കുമാർ തുടർച്ചയായി നിയമലംഘനം നടത്തുകയാണ് എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അങ്ങനെ ഒരു അപേക്ഷ കൊടുത്ത് അപേക്ഷ തള്ളിയാൽ നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട, നിയമലംഘനങ്ങൾ കണ്ടെത്തേണ്ട ഒരാളാണ് ഇപ്പോൾ നിയമലംഘനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് സർക്കാരിന്റെ കാലത്ത് നിയമിതനായ ആളാണ് മനോജ് കുമാർ. എന്താണ് മനോജ് കുമാർ ചെയ്ത കുറ്റം? ഇപ്പോഴും അതേ വാഹനത്തിൽ തന്നെയാണോ സഞ്ചരിക്കുന്നത്? സ്വകാര്യ വാഹനത്തിൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ഒരു നമ്പർ പ്ലേറ്റ് മനോജ് കുമാറിനെ പോലെ ഒരാൾക്ക് മാറ്റാൻ കഴിയുന്നത്? അത് എന്തുകൊണ്ടാണ് MVDയുടെ ശ്രദ്ധയിൽ ഇതുവരെയും പതിയാതെ പോയത്? TV പ്രസാദ്. അരുൺ, ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇത്തരം ഒരു പദവിയിൽ ഇരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതാണ്. നമുക്ക് കാണാവുന്നതുപോലെ ഇതാണ് ബാലാവകാശ കമ്മീഷന്റെ സംസ്ഥാനത്തെ ഓഫീസ്. ഈ ഓഫീസിലാണ് ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശ്രീ KV മനോജ് കുമാർ ഉള്ളത്. ശ്രീ KV മനോജ് കുമാർ ഉപയോഗിക്കുന്ന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ വാഹനം ഇതാണ്. ഈ കാണുന്ന ഇന്നോവ ക്രിസ്റ്റയാണ്. നമ്പർ ഒന്ന് നോക്കാം അരുൺ. KL 1CZ 0897. ആർക്കും പരിവാഹനിൽ പരിശോധിക്കാം. പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ടാക്സി വാഹനമാണ്. ടാക്സി വാഹനത്തിന് വേണ്ടത് മഞ്ഞ നമ്പർ പ്ലേറ്റ് ആണ്. അഭിഭാഷകനായ മനോജ് കുമാറിന് അത് അറിയാഞ്ഞിട്ടല്ല. ടാക്സി വാഹനത്തിൽ മഞ്ഞ ബോർഡ് വെച്ച് പോയാൽ അതെന്തെങ്കിലും കുറവായി പോകുമോ എന്നുള്ളത് കൊണ്ടാണോ ഈ നിയമം ലംഘിക്കുന്നത് എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് അഡ്വക്കേറ്റ് മനോജ് കുമാറാണ്. ഈ ഗുരുതരമായ കുറ്റകൃത്യം ഇപ്പോൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല അരുൺ, 2020 മനോജ് കുമാർ ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഗതാഗത വകുപ്പിന് ഒരു കത്ത് കൊടുക്കുന്നു. ഈ വാഹനത്തിന്റെ മഞ്ഞ നമ്പർ പ്ലേറ്റ് മാറ്റി വെള്ള നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കാനുള്ള അനുമതി തരണം. അന്ന് ഈ വാഹനമായിരുന്നില്ല, അന്ന് മറ്റൊരു ഇന്നോവ ക്രിസ്റ്റ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2023 വന്ന വാഹനമാണ്. അന്ന് ഗതാഗത വകുപ്പ് ഇത് വിശദമായി പരിശോധിക്കാൻ ഗതാഗത കമ്മീഷണർക്കെതിരെ എഴുതി. നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ കാലത്ത് LDF സർക്കാരാണ് മനോജ് കുമാറിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ആ LDF സർക്കാരാണ് ഈ കഴിഞ്ഞ മാസം വരെ സംസ്ഥാനം ഭരിക്കുകയും ചെയ്തത്. എന്നിട്ടും ആ ഗതാഗത വകുപ്പ് അത് ഗതാഗത കമ്മീഷണർക്ക് കൊടുത്തു. നിയമം ലംഘിക്കാൻ കഴിയില്ല എന്ന കാര്യം ശ്രീ മനോജ് കുമാറിനെ അറിയിക്കുകയും ചെയ്തു. ഇത്രയും കാലമായി, ഇത് 2026 ജൂൺ മാസമാണ് അരുൺ. ഇത്രയും കാലം മനോജ് കുമാർ ഇതേ വാഹനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയും ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നും ഈ വാഹനത്തിൽ യാത്ര ചെയ്യും. ഇനി പദവി ഒഴിയുന്ന ജൂലൈ മാസം വരെയും ഈ വാഹനത്തിൽ യാത്ര ചെയ്യും. പക്ഷേ ഒരൊറ്റ MVD ഉദ്യോഗസ്ഥൻ ഇത് പിടിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ LDF സർക്കാർ ആയതുകൊണ്ടാണ് എന്ന് കരുതാം. പക്ഷേ ഇപ്പോൾ UDF സർക്കാരാണ്. LDF സർക്കാർ നിയോഗിച്ച ബാലാവകാശ കമ്മീഷനാണ് ഇവിടെ ഇരിക്കുന്നത്. അവരാണ് ഈ നിയമലംഘനം ചെയ്യുന്നത്. സാധാരണക്കാരായ മനുഷ്യരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പിഴ കൂടാതെ അവരെ പിന്നീട് ഒരിക്കലും വണ്ടിയിറക്കാൻ പറ്റാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യും ഇവിടുത്തെ MVD ഉദ്യോഗസ്ഥർ. പക്ഷേ ഈ നിയമലംഘനം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് എന്നതാണ് പ്രധാനം അരുൺ. ബാലാവകാശ കമ്മീഷൻ എന്തുമാകാമല്ലോ. ഇപ്പോൾ നിയമലംഘനം വർഷങ്ങളായി തുടർന്നിട്ടും MVD ചെറുവിരലനക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും മനോജ് കുമാർ ആ ചട്ടലംഘനം തുടരുന്നു എന്നുള്ളതാണ്, ആ നിയമലംഘനം തുടരുന്നു എന്നുള്ളതാണ്. ടാക്സി വാഹനത്തിൽ മഞ്ഞ പ്ലേറ്റാണ് നമ്പർ ബോർഡിൽ ഉപയോഗിക്കേണ്ടത്, നമ്പർ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അവിടെ അത് വൈദഗ്ധ്യത്തോടെ മറച്ച് വെള്ള പ്ലേറ്റാക്കി ഉപയോഗിക്കുകയാണ്. അതും MVDയുടെ അനുമതിയില്ലാതെ. നിയമലംഘനം നടത്തുന്നയാളാണ് മറ്റ് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.